ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാധാരണ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടുതൽ സംസാരിക്കാറ് UK റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, NHS ജോബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒരു ജോബ് ഹണ്ടിങ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർവ്യൂ റിജക്ഷൻസോ ജോബ് ആപ്ലിക്കേഷൻ റിജക്ഷനോ ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലൈഫിൽ നമുക്ക് മുന്നേ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാം എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവില്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഞാൻ നാട്ടിൽ ചെയ്ത PG ആ 2 വർഷം ഞാൻ ലിറ്ററലി എൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളിലും കൂടെ നോക്കിക്കഴിയുമ്പോൾ വേസ്റ്റ് ചെയ്യായിരുന്നില്ലേ എന്നുള്ളതാണ്. കാരണം UK ഒരു കോഴ്സ് എടുത്ത് വരുമ്പോൾ അതിനകത്ത് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരിക, ഒരു ഇമിഗ്രേഷൻ പാത്ത് അത്ര മാത്രമായിരുന്നു. ആ ഒരു ജോബ് സെലക്ട് ചെയ്യുമ്പോഴും അതിനകത്തെ സിലബസിൽ കൂടെ പോകുമ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു, നാട്ടിൽ ഞാൻ PG എടുത്തപ്പോൾ പഠിച്ചതിൽ കൂടുതലൊന്നും ഞാൻ ഇവിടെ വന്ന് പഠിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സൈഡ് ചിന്തിച്ചു കഴിയുമ്പോൾ ലിറ്ററലി ഞാനത് വേസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആ ധാരണയൊക്കെ മാറ്റി വെച്ചിട്ട് നാട്ടിൽ പഠിച്ചതിൽ കൂടുതലായിട്ട് ഞാൻ ഇവിടെ വന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ സെൽഫ് മാർക്കറ്റിംഗ് പഠിച്ചു എന്നുള്ളത്. നാട്ടിൽ ഞാൻ പഠിക്കാതിരുന്ന ഒരു കാര്യവും ഇവിടെ വന്ന് പഠിച്ചൊരു കാര്യവും അതാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെയൊക്കെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ മാക്സിമം മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരുപാട് പോസിറ്റീവ് പറയുക, നമ്മളെ പൊക്കിയടിക്കുക, ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു ക്ലീശയാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാൻ. നാട്ടിൽ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലും ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ തുടങ്ങുന്ന ടൈമിലൊക്കെ അങ്ങനെ നമ്മളെക്കുറിച്ച് എങ്ങനെ ഒരാളുടെ മുന്നിൽ പോയിരുന്ന അങ്ങനെ നമ്മൾ ആനയാണ് ചേനയാണെന്നൊക്കെ പറയാൻ പറ്റുക എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ പിന്നെ ഗ്രാജുവലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മളെ മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അത് ചെയ്തു തരാൻ വേറെ ഒരാളും ഇല്ല. നമ്മളൊരു ഗ്ലോബൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങനെയാണോ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കില്ലും നമ്മുടെ ക്വാളിറ്റീസും മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു നല്ല ജോബിലേക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റുള്ളൂ, നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിറ്ററലി പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണല്ലേ. നമ്മൾ ഏത് രാജ്യത്ത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ നോക്കിക്കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം കൂടെയാണ് ഈ സെൽഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് എത്രത്തോളം എനിക്ക് ഡൗട്ടുണ്ട്, എത്രത്തോളം അവർക്ക് അവരുടെ ഒരു ആപ്ലിക്കേഷൻ മുന്നോട്ട് വെക്കാൻ എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന് പ്രോപ്പറായിട്ട് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ എത്രത്തോളം അറിയാം എന്നുള്ളത് എനിക്കെപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിന് കാരണം വേറൊന്നും കൂടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പലരുടെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ളൊരു തോട്ടായിരിക്കും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും, നമ്മുടെ കൂട്ടുകാർ പലരും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പഠിച്ചവർ പലരും, അവർ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കാഡമിക്കലി ഹൈ പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല ടോപ്പ് മാർക്ക് മേടിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള പലരും ഉണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തി കഴിയുമ്പോൾ അവരവരുടെ കരിയറിൽ സ്റ്റക്കായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ അവരപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, അയ്യോ ഇവർ ഇതല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്, ഇവരുടെ സ്കില്ല് അല്ലെങ്കിൽ ഇവരുടെ ടാലന്റ് എന്ന് പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം അപ്പുറത്ത് നിൽക്കുന്നതാണ്, ഇവർ ഏത് പൊസിഷനിലേക്ക് വരേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു തോട്ട് പലപ്പോഴും ഉള്ളിൽ കൂടെ പോവാറില്ലേ. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഈ ഒരു പോയിന്റിലിരുന്ന്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലിരുന്ന് ഞാൻ ചിന്തിച്ചു കഴിയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഓക്കെ ചിലപ്പോൾ നമ്മളെ സ്റ്റക്കാക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് മാർക്കറ്റിംഗിൽ വരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളത്. ഞാനിത് ശരിക്കും ജെനുവിൻലി എക്സ്പീരിയൻസ് ചെയ്തത് ശരിക്കും എനിക്കിവിടെ ഒരു ജോബ് കിട്ടാനെടുത്ത ആ ഒരു സ്ട്രഗിൾ പീരീഡിലാണ് ഇതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം ആണെങ്കിലും നമ്മൾ ഈ 1-to-1 അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ
ഞാൻ കാണുന്ന പല CV-കൾ അല്ലെങ്കിൽ പല സപ്പോർട്ട് ഇൻഫർമേഷനൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ചിലപ്പോൾ 1500 വേർഡ് എഴുതേണ്ട ഒരു സപ്പോർട്ടിങ് ഇൻഫർമേഷനിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു 200 വേർഡിൽ പോലും എഴുതാൻ അങ്ങനെ പോലും എഴുതി കാണാതെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഓക്കെ, നമ്മുടെ സെൽഫ് മാർക്കറ്റിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജോലി കിട്ടി അടുത്ത ഒരു കരിയറിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ചിന്തിച്ച് നോക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ കൊളീഗ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ക്ലോസ് ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യുമല്ലോ. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ മറ്റുള്ള ആളുകൾ അവരുടെ ഇന്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ആ ആൻസർ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും ആ ക്വസ്റ്റ്യനിൽ നമ്മളാണ് ഈ ജോബിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആള്, നമ്മളെ കഴിഞ്ഞിട്ട് ഒരാള് ഈ ഒരു ജോബിന് ഇനി നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു വെക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. അത് തന്നെയാണല്ലോ ശരിക്കും സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പല എക്സ്പീരിയൻസുകൾ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ, ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അറ്റ്ലീസ്റ്റ് നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെങ്കിലും അവരിലേക്കെങ്കിലും ഒന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അങ്ങനെ തോന്നി. അതാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാനുള്ള മെയിൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു പാർട്ടിലൊക്കെ ആണെങ്കിൽ അവരവരുടെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണ്, അല്ലെങ്കിൽ ഒരു PG ഒരു ഡിഗ്രി ലെവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഈ സെൽഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും അറിയില്ലാത്തൊരു കാര്യമാണ് ഈ സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ മനസ്സിലാക്കി എടുക്കുക. മറ്റുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ തന്നെ ഇതും ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, നമുക്ക് നമ്മളെ തന്നെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് നമ്മുടെ സ്കില്ല് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരാൾക്കും അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളെ തേടിയല്ല ഓരോ ഓപ്പർച്യൂണിറ്റിയും വരിക. നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളെ തേടി ഇങ്ങോട്ടേക്കായിട്ട് ഒന്നും വരാനിരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.